ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷയ്ക്കൊപ്പം സാമ്പത്തിക അഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി. ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16ാമത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ. സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ ഉദ്ഘാടനം ചെയ്യും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണ. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാർഡ് ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതി സമ്മാനിച്ച് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനി. ബഹുമതി ലഭിച്ചതിൽ സെയ്ഷൽസിലെ ജനങ്ങൾക്കും ഭരണകൂടത്തിനും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. സെയ്ഷൽസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന പരേഡിൽ നാവിക, കരസേന സംഘങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യൻ മാർച്ചിംഗ് സംഘം അണിനിരന്നു. പോർട്ട് വിക്ടോറിയയിൽ നങ്കൂരമിട്ട നാവികസേനയുടെ INS തർക്കഷ്, INS ഇഷ്കക് കപ്പലുകൾ പരിപാടിയുടെ മുഖ്യ ആകർഷണമായി. സമുദ്ര മേഖലയ്ക്കൊപ്പം സാമ്പത്തിക അഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ മഹാസമുദ്രത്തെ അവസരങ്ങളുടെ സമുദ്രമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിക്ടോറിയയിൽ സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി, ധനകാര്യം, ബഹിരാകാശം, ആരോഗ്യം എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കരാറുകളിൽ ഒപ്പുവച്ചു. സെയ്ഷൽസിൽ UPI നടപ്പാക്കാൻ ധാരണയായതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു. हम डिजिटल पब्लिक इंफ्रास्ट्रक्चर में भारत के सफल अनुभवों को सेशल्स के साथ साझा करेंगे और मुझे प्रसन्नता है कि आज UPI को सेशल्स में लागू करने के लिए MOU किया जा रहा है. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ സെയ്ഷൽസിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗൂലുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മൌറീഷ്യസ് സഹകരണം, പ്രത്യേക സാമ്പത്തിക പാക്കേജിന്റെ നടപ്പാക്കൽ തുടങ്ങിയവ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. നിലവിലുള്ള ഉഭയകക്ഷി പദ്ധതികൾ മൌറീഷ്യസിന്റെ ആരോഗ്യ സംരക്ഷണം, കണക്ടിവിറ്റി, സുസ്ഥിര വികസനം, നീല സമ്പദ് വ്യവസ്ഥ എന്നിവയ്ക്ക് സംഭാവന നൽകുമെന്ന് ശ്രീ മോദി പറഞ്ഞു. 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനുള്ള സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16ാമത് സമ്മേളനത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ ഉദ്ഘാടനം ചെയ്യും. കുട്ടികളുടെ അതിജീവനം, വളർച്ച, പോഷകാഹാരം, ആദ്യകാല മസ്തിഷ്ക വികസനം എന്നിവയ്ക്ക് ആദ്യത്തെ 3 വർഷം നിർണായകമാണെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പറഞ്ഞു. ദുർബലരായ കുട്ടികളുടെ ആരോഗ്യ നിരീക്ഷണ സംവിധാനം, പ്രസവാനന്തരം മാതാവിന്റെ മാനസികാരോഗ്യ പരിശോധന, ശിശുക്കളുടെ ആദ്യകാല വളർച്ച എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. UK സന്ദർശനം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീസ് സന്ദർശിക്കും. ദി ഏതൻ സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇൻക്യുബേറ്റർ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൈസേഷൻ, പ്രതിരോധം, ഭക്ഷ്യ കാർഷിക മേഖലകൾ എന്നിവയിൽ പുതിയ സഹകരണ സാധ്യതകൾ കണ്ടെത്തുന്നതിനും സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമായി വ്യവസായ പ്രമുഖരുമായി സംഘം ചർച്ച നടത്തും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമൂസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കും. മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സൈനിക നടപടികൾ താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഹോർമൂസിൽ വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി. തിരിച്ചടിയായി ബഹ്റൈനിലെയും കുവൈറ്റിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തതോടെയാണ് സ്ഥിതി വീണ്ടും വഷളായത്. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും.
സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. se.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ദേശീയ പൾസ് പോളിയോ ദിനമായ ഇന്നലെ രാജ്യത്ത് ഉടനീളം പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംഘടിപ്പിച്ചു. സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ബൂത്തുകളിൽ ഇന്നലെ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് ഇന്നും നാളെയുമായി ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്. 4ാമത് വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. വഡോദരയിലെ GSFC സർവകലാശാലയിൽ നടക്കുന്ന 2 ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, മനോഹർ ലാൽ ഖട്ടർ, മൻസുഖ് മാണ്ഡവ്യ എന്നിവർ പങ്കെടുക്കും. ജപ്പാൻ, സിംഗപ്പൂർ, UAE, യുക്രൈൻ, റുവാണ്ട തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 150-ലേറെ പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിനാണ് കാനഡ ദക്ഷിണാഫ്രിക്കയെ കീഴ്പ്പെടുത്തിയത്. പ്രീ ക്വാർട്ടറിൽ നെതർലൻഡ്സ് മൊറോക്കോ മത്സരത്തിലെ വിജയികളെ കാനഡ നേരിടും. 32 ടീമുകൾ മാറ്റുരയ്ക്കുന്ന നോക്കൌട്ട് റൌണ്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. FIH പ്രോ ലീഗ് ഹോക്കിയിൽ ഇംഗ്ലണ്ടിനെ കീഴടക്കി ഇന്ത്യയ്ക്ക് ആവേശകരമായ വിജയം. ലണ്ടനിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോളൊന്നും നേടാതെ വന്നതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇന്ത്യയുടെ വിജയം. കേരളത്തിൽ 1ാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾ ജൂലൈ 6-ന് ആരംഭിക്കും. ഏകജാലക സംവിധാനം വഴിയുള്ള ഹയർ സെക്കൻഡറി പ്രവേശന നടപടികൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. ഹയർ സെക്കൻഡറിയിലെ മെറിറ്റ് കോട്ടയിലെ 3ാം അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം ഇന്ന് രാവിലെ 11 മണി മുതൽ ആരംഭിക്കും. ജൂലൈ 3-ന് വൈകിട്ട് 5 മണിക്ക് പ്രവേശന നടപടികൾ പൂർത്തിയാക്കും. 3ാം അലോട്ട്മെന്റിലെ പ്രവേശനത്തിന് ഒപ്പം തന്നെ വിവിധ കോട്ടകളിൽ അർഹതയുള്ളവരുടെ പ്രവേശനവും നടക്കും. ഇപ്പോൾ നടക്കുന്ന മുഖ്യ അലോട്ട്മെന്റിന് ശേഷം സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അപേക്ഷ ക്ഷണിക്കും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും സിക്കിമിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 3 ദിവസത്തിനുള്ളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. അസമിൽ വെള്ളപ്പൊക്കം രൂക്ഷം. ധേമാജി ജില്ലയിലും അയൽ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലും ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് അന്തർ സംസ്ഥാന അതിർത്തിയിലെ നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഏകദേശം 60 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. കറാച്ചിയിലുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇന്ത്യ. മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിന് പകരം പാകിസ്ഥാൻ സ്വന്തം രാജ്യത്തേക്ക് തിരിഞ്ഞു നോക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. സ്വന്തം മണ്ണിൽ പ്രവർത്തിക്കുന്ന ഭീകര ശൃംഖലകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷയ്ക്കൊപ്പം സാമ്പത്തിക അഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി. ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16ാമത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ. സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ ഉദ്ഘാടനം ചെയ്യും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണ. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.